ഇപ്പോൾ ടി പി കേസ് പ്രതി കൊടിസുനിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഏറ്റവും അധികം ചർച്ചയാകുന്നത്. കൊടിസുനിയുടെ പരോൾ റദ്ദ് ചെയ്തിരിക്കുകയാണ്. മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മീനങ്ങാടി സിഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായിരിക്കുന്നത്. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. സുനിയെ ഇന്നലെ രാത്രി വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, കൊടിസുനിയുടെ പരോൾ റദ്ദ് ചെയ്തിരിക്കുന്ന സാഹചര്യം പരോൾ വ്യവസ്ഥകൾ തന്നെ ലംഘിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിവരങ്ങൾ കൂടി, പോലീസുകാർക്ക് സസ്പെൻഷൻ ലഭിച്ചതായിട്ടുള്ള മറ്റ് ചില വിവരങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ടി പി കേസ് പ്രതികൾ നിരന്തരമായി വാർത്തകൾ ഇടം നേടുന്നു. കൊടിസുനിയുടെ കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ വീണ്ടും സംഭവിക്കുന്നു. ജിൽസി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ടി പി കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അങ്ങനെ അടങ്ങുന്നില്ല. അതിങ്ങനെ തിര പോലെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധിയായ ആരോപണങ്ങൾ അവർക്കെതിരെ ജയിലിനകത്തും പുറത്തുമൊക്കെ നിരവധിയായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നു, വഴിവിട്ട പരോളുകൾ ലഭിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇന്നലെ ഒരു രാത്രിയോടുകൂടി നമ്മളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് ടി പി കേസ് പ്രതിയായിട്ടുള്ള കൊടിസുനി മാഹി ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് വിചാരണയ്ക്ക് പോലീസ് എസ്കോർട്ടിൽ പോകുന്നതിനിടെ തലശ്ശേരി കോടതിക്ക് മുമ്പിലുള്ള വിക്ടോറിയ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണത്തിനൊപ്പം മദ്യം കഴിച്ചു. ആ സമയത്ത് പരോളിലുണ്ടായിരുന്ന മറ്റൊരു പ്രതിയായിട്ടുള്ള ഷാഫിയും കൊടിസുനിക്കൊപ്പം ചേർന്നു. ഈ സമയത്ത് പരോളിന് പോയ 3 പോലീസുകാർ ഇതിനെ കാഴ്ചക്കാരായി നോക്കി നിന്നു. ഇതേ തുടർന്ന് എയർ ക്യാമ്പിലെ 3 പോലീസുകാരെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്ത വാർത്തയൊക്കെ നമ്മൾ ഇന്നലെ അറിഞ്ഞതാണ്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊടിസുനിയുടെ പരോൾ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നത്. ഇക്കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് കൊടിസുനിക്ക് അടിയന്തര പരോൾ 15 ദിവസത്തെ പരോൾ അനുവദിക്കുന്നത്. ഈ പരോൾ വ്യവസ്ഥ എന്ന് പറയുന്നത് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ കൊടിസുനി കൊടുത്ത പോലീസിൽ സമർപ്പിച്ച അല്ലെങ്കിൽ ജയിൽ വകുപ്പിന് സമർപ്പിച്ച ഇതനുസരിച്ച് മീനങ്ങാടി, വയനാട്ടിലെ മീനങ്ങാടിയിലാണ് താൻ താമസിക്കുന്നതെന്നും അവിടെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്തോളാം എന്നുമുള്ള വ്യവസ്ഥയോടുകൂടിയാണ് കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നത്. പക്ഷേ പരോൾ ലഭിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും കൊടിസുനിയെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. കൊടിസുനി എവിടെ പോയി എന്ന കാര്യത്തിലും ഒരു വിവരവുമില്ല. ഇതനുസരിച്ച് മീനങ്ങാടി പോലീസുമായി ജയിൽ വകുപ്പ് അധികൃതർ ബന്ധപ്പെടുമ്പോൾ അങ്ങനെ ഒരാൾ അവിടെ എത്തിയിട്ടേ ഇല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. തുടർന്ന് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെടുകയും മീനങ്ങാടി സിഐ ഇത് കൊടിസുനി ഇവിടെ എത്തിയിട്ടില്ലെന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുകയും ചെയ്തു. പിന്നാലെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുമ്പോൾ കൊടിസുനി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതായത് പരോൾ ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കൊടിസുനി ആന്ധ്രയിലേക്കോ മറ്റോ പോയിരുന്നു എന്ന റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്നത്. ഇതേ തുടർന്നാണ് കൊടിസുനിയുടെ പരോൾ റദ്ദ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതും അത് സംബന്ധിച്ച ഉത്തരവ് ഇന്നലെ ഉച്ചയോടുകൂടി പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ കൊടിസുനി ഇന്നലെ രാത്രിയോടുകൂടി തിരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജിൽസി, ഈ പോലീസ് കാവലിൽ തലശ്ശേരി കോടതിയിൽ പോകുന്നു, കോടതിയുടെ മുമ്പിൽ വെച്ച് അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറുന്നു, മദ്യപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കൊടിസുനിക്ക് ഈ അടിയന്തര പരോൾ 15 ദിവസത്തെ നൽകുന്നത് എന്നതാണ്. അതായത് പരോളിൽ എന്തിനാണോ പരോൾ ആവശ്യപ്പെട്ടിരുന്നത് ആ കാര്യത്തിന് വേണ്ടി അല്ല സുനി പരോൾ എടുത്തത് എന്നുകൂടിയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ആ പരോൾ ആവശ്യം സൂചിപ്പിച്ച കാര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് ആന്ധ്രയിലോ മറ്റോ മറ്റ് ചില കാര്യങ്ങൾക്കായി കൊടിസുനി പോയിരിക്കുകയായിരുന്നു എന്ന വിവരം കൂടി ഇതിനൊപ്പം പുറത്തു വരുന്നുണ്ട്. എന്തായാലും പരോൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. ജിൽസി, എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോളാണ്, പരോൾ വ്യവസ്ഥകളൊന്നും ലംഘിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ വാർത്തകളാണ്. അതിന്റെ വിശദാംശങ്ങളാണ് സുനിൽ ഐസക് നൽകിയത് കണ്ണൂരിൽ നിന്ന്.